റോഷിപാൽ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായി റോഷിപാൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ വരുന്ന വാർത്ത, ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ സജീവമാകാനാണ് നീക്കം. മാരാമൺ കൺവെൻഷനിൽ വി.ഡി. സതീശൻ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശന്റെ നീക്കം. ഈ ഉദ്ഘാടനം ഒരു മത്സരമാവുകയാണോ കോൺഗ്രസിൽ റോഷിപാൽ? ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക നാളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടു പിന്നാലെ അടുത്ത ഏപ്രിലോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അരങ്ങൊരുങ്ങും. അങ്ങനെ ഇനി അടുത്ത അധികാരത്തിലേക്ക് UDF എത്തണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ വേണം. മാത്രവുമല്ല, മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ആർക്കാണ് കൂടുതൽ പിന്തുണ എന്നതുകൂടെ പാർട്ടിക്കകത്തും സമുദായ സംഘടനകളുടെ അടക്കം പിന്തുണ പരിഗണിച്ചാണ് കോൺഗ്രസ് പൊതുവെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവിനെയൊക്കെ തിരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ ഒരു പരിഗണന നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പല നീക്കങ്ങളും പല ഭാഗങ്ങളിൽ നടക്കുന്നു. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മന്നം ജയന്തിയിലെത്തി. NSSുമായുള്ള 11 വർഷത്തെ പിണക്കം അവസാനിപ്പിച്ചാണ് രമേശ് ചെന്നിത്തല എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശ്രമിക്കുന്നു. മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി 25-നാണ് നടക്കുന്നത്. മാരാമൺ കൺവെൻഷന്റെ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തും. അതിന് പുറമെ KCBCയുടെ സമ്മേളനം, അത് ഫെബ്രുവരി മാസം അവസാനം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, KCBCയുടെ പരിപാടിയിൽ അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയതായി കാണാറില്ല. പക്ഷേ KCBCയുടെ പരിപാടിയിലേക്കും എത്തുന്നു. ഇത് കൃത്യമായ സൂചനയാണ്. മുനമ്പത്ത് പ്രതിപക്ഷ നേതാവ് എത്തി. മുനമ്പത്ത് അവിടെ ഈ സമരത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും മുസ്ലിം ലീഗിന് അടക്കം ആ കാര്യത്തിലുള്ള അതൃപ്തി അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതായാലും ക്രൈസ്തവ സഭകളുമായി അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ഏറ്റവും പിന്തുണയുള്ള നേതാവായി മാറാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരംഭിച്ചു. അതിൻ്റെ ഒരു സൂചനയാണ് ഈ നീക്കമെന്ന്, ക്രൈസ്തവ സഭകളുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള നീക്കമെന്ന് വിലയിരുത്തലുണ്ട്. സുജയ. ഓക്കെ, താങ്ക് യു റോഷിപാൽ.